2019 മെയ് മാസത്തിലാണ് ജിക്സർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. എന്റെ ചേട്ടൻ എടുത്തിട്ടുള്ള ബൈക്കായിരുന്നു ജിക്സർ. അപ്പോൾ ചേട്ടൻ വെളിയിൽ പോയതിനു ശേഷം ഈ ബൈക്കിന്റെ കാര്യം മൊത്തം ഞാനായിരുന്നു നോക്കുന്നത്. എനിക്ക് കുറേ നല്ല മെമ്മറീസ് തന്നിട്ടുള്ള ബൈക്കുകളാണ് ജിക്സർ എന്ന് പറയുന്നത്. അപ്പോൾ ജിക്സറിനകത്ത് ഞാൻ ട്രിപ്പിൾ അടിച്ച് പോകുന്നതും ഇപ്പോൾ ഓരോരുത്തരെ കാണാൻ പോകുന്നതും അതുപോലെ തന്നെ ലോങ് റൈഡ് പോകുന്നതും അതുപോലെ പോലീസ് പിടിച്ചിട്ടുള്ളതും ആയിട്ടുള്ള കുറേ നിരവധി മെമ്മറീസ് എനിക്കുണ്ട്. നല്ല അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ബൈക്കാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജിക്സർ ചില കാരണം കൊണ്ട് എനിക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത്ര അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ബൈക്ക് എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചാൽ, അറ്റ് ദ എൻഡ് നമ്മളൊരു മിഡിൽ ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഫിനാൻഷ്യൽ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇത് എനിക്ക് വിൽക്കേണ്ടി വന്നു. എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മെമ്മറീസ് തന്നു. ഇനി ഒരു 2-3 ദിവസം കൂടെ ഉള്ളി ഈ ബൈക്കിന്റെ കൂടെ അതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അടുക്കും തോറും നമുക്കൊരു വിഷമം, ഉള്ളിലൊരു വിഷമം, ഇതിനിപ്പോൾ പോവുകയാണല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കറങ്ങാൻ പോയതായാലും ഓരോ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ വണ്ടി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ തോന്നി. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് തന്നുള്ള ബൈക്ക് ഞാൻ കൊടുത്തല്ലോ എന്നുള്ളത്. പക്ഷേ അടുത്തതിന് ഞാൻ പറഞ്ഞില്ലേ, ചിലവർ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ മണി ഒരു വിഷയമാകുമ്പോഴത്തേക്ക് നമ്മളിതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ, കാരണം എനിക്ക് കുറേ എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു ബൈക്കാണ്. അപ്പോൾ ഇനി അവൻ കുറച്ച് നാളും കൂടെ ഉള്ളൂ. നാളെ ഒരു ടൈമിൽ വേറൊരു ഗ്യാരേജിലായിരിക്കും വേണ്ടി. പക്ഷേ ഇതിനകത്തുനിന്ന് കിട്ടിയ മെമ്മറീസ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.